ഈ പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമറക് ആന്റണി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പഴയ പുലിയാണ് ഞാൻ. ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സിനിമകളെ പോലെയല്ല. കാരണം ഒരു 10-16 വർഷക്കാലം ആ സിനിമയ്ക്കൊപ്പം യാത്ര ചെയ്തതുകൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് ഡിസസോസിയേറ്റ് ചെയ്തിട്ട് ഇനി ഇല്ല എന്നുള്ളൊരു ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം സിനിമ റിലീസായി. പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട്. അതിൽ വിനീതേട്ടൻ സംസാരിച്ച് എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ നടയിൽ കണ്ടിട്ട് ആനന്ദിൽ നജീബിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് എന്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതുന്നു. ബേസിക്കലി ഒരുമിച്ച് അഭിനയിക്കാൻ നേരത്ത് ഒരുപാട് നേരം കൂടെ കിട്ടില്ല ബേസ്. അപ്പോൾ ഒരു കഥ പറയാനൊക്കെ ട്രൈ ചെയ്തു. ഇല്ലെങ്കിൽ മാനസും പൃഥ്വിരാജിന്റെ മാനസങ്ങളൊക്കെ പഠിച്ചു. ഇല്ല, അങ്ങനെ കഥ ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അല്ലേ, ഞാനും അങ്ങനെ അധികം മുമ്പ് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല, എല്ലാവരെയും പോലെയൊക്കെ തന്നെയാണ്. ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അന്ന് ഒരു പ്രാവശ്യം, ഈ സിനിമയ്ക്ക് മുമ്പ് ഒറ്റ പ്രാവശ്യം ഞാൻ രാജുവേട്ടനെ കണ്ടിട്ടുള്ളത് വിമാനം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ അതുവഴി പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സിനിമയിലൊക്കെ അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ സെറ്റിൽ വന്നപ്പോൾ ഞാനും ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റീലിലൊക്കെ കാണുന്ന രാജുവേട്ടനാണ് എൻ്റെ മുമ്പിൽ. അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ട്. മോണിറ്ററിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മളൊക്കെ കൂടെ ഇങ്ങനെ ഗ്യാങ്ങാണല്ലോ, നീ ചോദിക്കും, നീ പറ, അങ്ങനെയൊക്കെയാണ്, നീ ചോദിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പം ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ പിന്നെ നമ്മുടെ ഒരേ വൈബാന്ന് മനസ്സിലായി. പിന്നെ ഭയങ്കര കോമഡിയായിരുന്നു, തമാശയൊക്കെ പറയും. അങ്ങനെ ടിപ്സോ അല്ല, ഞാൻ ഇങ്ങനെ ചോദിക്കും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാവിലെയും കൂടെ ചോദിച്ചത് ടിപ്പ് ചോദിക്കല് തന്നെ, ഫുൾ ടൈം ടിപ്സ്. അപ്പോൾ അല്ല, എനിക്കിതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിനിമ എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ, ഫുൾ ടൈം സിനിമ. ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, ഒരു മലയാള സിനിമയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഒരു ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെയുള്ള രീതിയിൽ പുറത്തേക്ക് ഇതിനൊക്കെ. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ആസ്പിറേഷൻസ് ഉള്ള ഒരാൾ. അപ്പോൾ ഇതൊക്കെ എനിക്കും ഭയങ്കര, ഞാനും അങ്ങനെ കുറച്ച് അംബീഷ്യസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്കും ഈ പറയുന്ന ഭയങ്കര റിലേറ്റബിൾ ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതെല്ലാം മാനേജ് ചെയ്ത്. പിന്നെ അവിടെ എങ്ങനെയാണ്, അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പഴയ കഥകൾ, ഒരുപാട് സിനിമകളിലെ കഥകളും തമാശകളൊക്കെ അങ്ങനെയൊക്കെ. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു, ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നു, പല പല ആർട്ടിസ്റ്റുകളുടെ കൂടെയും പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ചെയ്യുന്നു, ഹിന്ദിയിൽ ചെയ്യുന്നു, അങ്ങനെ പല ഭാഷകളിൽ ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ, കഥകളൊക്കെ ചോദിക്കാനുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഇവർ എങ്ങനെയാണ് പ്രശാന്ത് ഇങ്ങനെയൊക്കെ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദിക്കാനുണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ടിപ്സ് ചോദിക്കാറുണ്ട്. എനിക്ക് ബേസിൽ ഒരുപാട് വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ടയർഡൊക്കെ ആയില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ നേരത്ത് വിനീത് ശ്രീനിവാസ് ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, എടാ നീ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വൃത്തിക്ക് പറ്റിയത് സംഗതിയാ, ഈ എല്ലാം കൂടെ ആ പരിപാടിയാണോ ഈ പറഞ്ഞിരുന്നത്? പറഞ്ഞു വിനീതേട്ടൻ പറഞ്ഞു. അതായത് വിനീതേട്ടൻ ഈ പറയുന്ന പോലെ ഞാൻ എന്താ കുറേ എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഭ്രാന്തായിട്ടിരിക്കുമ്പോൾ ഒരു വിനീതേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം, എടാ നീ ഓക്കെ ആണോ, എല്ലാവരും എന്തെങ്കിലും ഡേറ്റ് മറ്റേത് അതെപ്പോൾ വരും, ഇപ്പോൾ വരും, എങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുക. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആൾക്കാർ ഓക്കെ, അത് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വിനീതേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ അതിൽ വിനീതേട്ടൻ സംസാരിച്ച് എല്ലാവർക്കും പൃഥ്വിരാജ് ആവാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്കും അറിയുന്നത്, എങ്ങനെയാണ് അങ്ങനെ ആവുന്നത്.
ബ്ലസ്സി സാർ ഒരു ഇൻ്റർവ്യൂവിൽ മാതൃഭൂമിയുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞു, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു തിളക്കം ഉണ്ടാവും. ആടുജീവിതത്തിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ ഇതിൽ നമ്മുടെ ഗുരുവായൂരെ പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മറ്റ് ക്യാരക്ടേഴ്സിലേക്ക് മാറാനൊരു ബുദ്ധിമുട്ടുണ്ടായോ? ഒരു ചലഞ്ചിങ് ആയിരുന്നു. ഇത് എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ, കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ, ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ട് അങ്ങ് ഡിസസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും. നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും. ഇപ്പോൾ ഗുരുവായൂരമ്പലനടയിൽ കഴിഞ്ഞിട്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആനന്ദൻ അങ്ങനെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ സബ് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോകും. പക്ഷെ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സിനിമകളെ പോലെ അല്ല. കാരണം ഒരു 10-16 വർഷക്കാലം ആ സിനിമയ്ക്കൊപ്പം യാത്ര ചെയ്തത് കൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് ഡിസസോസിയേറ്റ് ചെയ്തിട്ട് ഇനിയില്ല എന്നുള്ളൊരു, ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം സിനിമ റിലീസായി. പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട്. എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണ്ണമായി നമ്മൾ ആസ് എൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക, അതിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഇപ്പോൾ ആനന്ദൻ എന്ന് പറഞ്ഞ ഈ ഗുരുവായൂരമ്പലനടയിൽ കണ്ടിട്ട് ആനന്ദനിൽ നജീബിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് എന്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതുന്നു. അൽഫോൺസ് പുത്രന്റെ മേക്കിംഗ് വളരെ പുതുമയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിപിൻ ദാസിനെ പറ്റി എന്താ അവരുടെ അഭിപ്രായം? വിപിന്റെ മേക്കിങ്ങും വളരെ പുതുമയുള്ളതാണ്. അല്ല, വിപിൻ ബേസിക്കലി ഒരു എഡിറ്ററാണ്, അൽഫോൺസിനെ പോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവർ പറയുന്ന കഥയുടെ നെറേറ്റീവിന്റെ സ്ട്രക്ചർ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ സ്ട്രക്ചർ. അപ്പോൾ അത് വിപിന്റെ സിനിമകളിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർകട്ട് ആയിട്ട് മറ്റൊരു സീനിലെ ഒരു ഷോട്ട് വരിക, ആ ഷോട്ടിൽ ഒരു റിയാക്ഷൻ പോലെ വരുന്നത് വേറൊരു ഇവന്റിന്റെ റിയാക്ഷൻ ആയിരിക്കും, എന്നിട്ട് തിരിച്ച് ഈ സീനിലെ. അപ്പൊ അങ്ങനത്തെ ഒരു നെറേറ്റീവ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് വിപിൻ ഭയങ്കര മിടുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഗുരുവായൂരമ്പലനടയിൽ എന്ന സിനിമ ഇന്ന് എനിക്ക് ഇത്ര എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വിപിന്റെ ഒരു കഴിവ് തന്നെയാണ്. ഈ രണ്ട് ഡയറക്ടേഴ്സിനാണല്ലോ, അത് രണ്ട് ഡയറക്ടേഴ്സിന് ചുമ്മാ ഉള്ള ഒരു ഡയറക്ടർ അല്ല, മലയാളത്തിൽ തന്നെ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്ത രണ്ട് ഡയറക്ടേഴ്സ്. അപ്പം അവരെ വെച്ച് ചെയ്യാൻ നേരത്തുള്ള ഇൻപുട്ട് എങ്ങനെയാണ് സീൻ? അവർ തീരെ ഇൻപുട്ട് എനിക്ക് തരാറില്ല. അവരെനിക്ക് എൻ്റെ അടുത്ത് ഒന്നും ഇടപെടാറില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രാജു വന്നിട്ട് ആ ഷോട്ട് അങ്ങനെ ഇങ്ങനെ വയ്ക്കേണ്ടതെന്നൊക്കെ പറയുന്ന ഒരാളായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് ഡേ 1. പക്ഷേ രാജു മോഡലിൻ്റെ ഫ്രണ്ടിൽ പോലും വന്നിരിക്കുന്നില്ല, ആ സ്പോട്ട് കാണുന്നില്ല. അപ്പം ഞാൻ എനിക്ക് മനഃപൂർവ്വം മാറി എനിക്ക് തോന്നി ഞാൻ ഇൻവൈറ്റ് ചെയ്യും, ഇവിടെ വന്നിരിക്കാം അല്ലെങ്കിൽ സ്പോട്ട് കാണണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഗ്രാജുവലിയാണ് ഞങ്ങളോട് സിങ്ക് ആവുന്നത്. അതായത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും. ബേസിൽ എനിക്ക് പണ്ടേ അറിയാം. ബേസിൽ എന്തും മുഖത്ത് നോക്കി പറയും, കൊള്ളിലേക്ക് കൊള്ളില്ലെന്ന് തന്നെ പറയും, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും. ഇല്ലെങ്കിൽ അവനെ കളിയാക്കലും അവൻ എന്നെ കളിയാക്കലും ചിരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ രാജുവിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ പോകെ പോകെ മനസ്സിലായി നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇരിക്കുന്നവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അവർ നമ്മളെ വർക്കിൽ ഇടപെടുകയോ, പിന്നെ ഡയറക്ടേഴ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ഡയറക്ടർക്കും ആക്ടർ ആകുമ്പോൾ അവർക്കറിയാം വേറൊരാളുടെ വർക്കിൽ കയറി ഇടപെടാൻ പാടില്ല. അവർ ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ചെറിയൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ ശ്രമിക്കില്ല എന്ന് എനിക്കറിയാം. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും ഡയറക്ടേഴ്സ് ഒരിക്കലും വേറൊരു ഡയറക്ടർ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് രണ്ടുപേരും ആ ഒരു അകലം നമ്മളിന്ന് എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു വർക്കായെങ്കിൽ വർക്കായി തന്നെ പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. അതുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ജോലിയിൽ കയറി അവർ ഇടപെടുന്ന സ്ഥിതി എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ആക്ടേഴ്സായിട്ട് മാറി. അത് അവർ ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണ് അവർ അതങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറി നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം തരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 21 ദിവസം കണ്ടിന്യൂസ്ലി കല്യാണ പെണ്ണായിട്ട് മേക്കപ്പ് ഇട്ട് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. കൂടെ തന്നെ ബേസിലേട്ടൻ്റെ വധുവായിട്ട് അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. 21 ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഡേ റെഡിയായി എല്ലാം സെറ്റായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കല്യാണ പെണ്ണ്, നല്ല കോസ്റ്റ്യൂം, നല്ല ജ്വല്ലറി, മുല്ലപ്പൂ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു.
പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മുതലേക്ക് മനസ്സിലായി പാളി. കാരണം പറ്റില്ല, പുറത്തിറങ്ങിയ ചൂട് അകത്ത്. കാരണം ഒരുപാട് ഈ പടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാതെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ, എല്ലാ ആർട്ടിസ്റ്റും. അപ്പം ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാവരെയും വെച്ച് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പം മിക്ക സമയങ്ങളിൽ നമ്മൾ ക്യാരവാനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ബോറടിക്കും, പുറത്തേക്ക് ഇറങ്ങും. അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് ഇത്രയും സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. കാരണം ആ ചെയ്യുന്ന രീതി, അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു. അപ്പോൾ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ബേസിലേട്ടൻ്റെ വധു എന്ന് പറയുന്ന, വധു എന്ന് മാത്രമല്ല പേരായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പം നമ്മൾ എൻ്റെ സീനെടുത്ത് എൻ്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആളെനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറയുടെ ഇപ്പുറത്ത് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരും. സോ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു, അത്രയും സെറ്റായിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. രാജേട്ടാ, മല്ലികാമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂസിലൊക്കെ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം രാജേട്ടൻ്റെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമ മല്ലികാമ്മേനെ എത്രത്തോളം സന്തോഷിപ്പിക്കും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. ഇപ്പം നാളെ റിലീസായിട്ട് അങ്ങനെ അല്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു, അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ. നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ്. ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിയായി അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ബിക്കോസ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിലിം മെയ്ഡ് യു ഫീൽ. അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. അമ്മയ്ക്ക് പ്രത്യേകിച്ചും, കാരണം ഈ പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമറക്പുർ ആന്റണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അമ്മയോട് ചോദിക്കാം. ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് അതെ, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര അഭിമാനിക്കുന്നു. ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ്, ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് E4 Entertainment ഉണ്ട്, കൂടെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസും ഇപ്പോൾ ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ ഇതിൻ്റെ ഭംഗി. ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരട്ടെ, ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷവും. ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആരും അറിയും, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് വെറുതെ അവന് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പഴയ പുലിയാണ് ഞാൻ. ഇപ്പോൾ കുറച്ചുകൂടെ ഹിന്ദി അറിയാം. ഹിന്ദി സിനിമ കാണുന്ന ഒരാൾ ഹിന്ദി മേ ബാത് കർനാ ഹൈ ക്യാ എനിക്കറിഞ്ഞൂടാ. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിമാൻ. ഇല്ല, എനിക്കറിയില്ല. ആ ഉണ്ട്. അതെ, അങ്ങനൊന്നുമില്ല. അപ്പോൾ ഞാൻ നല്ല പാട്ടൊക്കെ പാടിയത് കണ്ടായിരുന്നു ഈ നിലത്തളി. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ഉറക്കം കിട്ടിയില്ല ഇന്നലെ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്നാൽ ഭയങ്കര കോമഡിയാണ്. അത് ഇല്ല, അങ്ങനല്ല. പക്ഷെ നിങ്ങളിങ്ങനെ പ്രതീക്ഷയുടെ അമിതഭാരം തരല്ലേ. കഴിഞ്ഞ ദിവസം ഒരു
ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ പ്രാവൻകൂട് ഷാപ്പിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവൻകൂട് ഷാപ്പ്. അപ്പോൾ ചേട്ടൻ ഇൻ്റർവ്യൂ പൊളിക്കണട്ടാ അത്. ഇൻ്റർവ്യൂ അപ്പോൾ പടം ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ അമിത പ്രതീക്ഷയായി തുടങ്ങി. അതൊക്കെ ഒരു വൈബല്ലേ. നിഖില, ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജുവേട്ടൻ്റെ കൂടെത്തെ കുറേ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം രാജുവേട്ടനിൽ നിന്ന് ഒരു നടി എന്ന നിലയിൽ രാജുവേട്ടൻ തന്നെ എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇല്ല, അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ്. അപ്പം എനിക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പഠിക്കാനുള്ളൊരു സ്പേസൊന്നും വിപിനേട്ടൻ തന്നിട്ടില്ല. ഒരുപാട് സീനുകളും ഡയലോഗുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടത് കൊണ്ട് മറ്റേതെനിക്ക് പറ്റിയിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് പഠിക്കാന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലല്ലോ. നമ്മൾ ഗ്രാജുവലി ഇപ്പം എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ.